ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടട്ടെ. ഇവിടെ ആയിരിക്കുന്ന അനുഗ്രഹീതരായ കർത്താവിൻ്റെ ദാസന്മാർ, യോഗത്തിൽ സംബന്ധിക്കുന്ന ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും കർത്തൃനാമത്തിൽ വന്ദനം ചെയ്യുന്നു. തുടർന്നുള്ള സമയം ദൈവവചന ചിന്തകളിലേക്ക് ദൈവമക്കളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ചില ദിവസങ്ങൾക്ക് ശേഷമാണ് എനിക്കും ഇവിടെ കടന്നു വന്ന് ഇപ്രകാരം ദൈവസഭയിൽ ദൈവവചനവുമായി നിൽപ്പാൻ അവസരം ലഭിച്ചത്. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസഭ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. അതിനായി ഞാൻ നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. നമുക്കറിയാം, നിരന്തരമായി ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവസന്നിധിയിൽ സമയങ്ങളെ വേർതിരിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപവാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദിവസങ്ങളാണ്. നിരന്തരമായി കർത്താവ് നമ്മളോട് അവിടുത്തെ ദാസന്മാരിൽ കൂടെ വിവിധ രീതിയിൽ, വ്യത്യസ്തമായ നിലയിൽ ദൈവവചനത്തിൽ കൂടെയൊക്കെ വളരെ ശക്തമായി കർത്താവ് ഇടപെടുന്ന ദിവസങ്ങളാണ്. അത് ദൈവസഭയ്ക്ക്, കുടുംബങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിന് എടുത്തിരിക്കുന്ന ഭാഗം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 8-ാമത്തെ അധ്യായം 3 വരെയുള്ള വാക്യമാണ്. ജെറമയ ചാപ്റ്റർ 7 വേഴ്സസ് 1 to chapter 8 verse 3. പ്രാരംഭമായി ഒരു വാക്യം വായിക്കാം. അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കണമേ. 7 verse 3. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നടപ്പും പ്രവർത്തികളും നന്നാക്കുവിൻ. എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും. അതിന്റെ അവസാനത്തെ ആ ഫ്രേസ്, ആ പ്രയോഗം ശ്രദ്ധിക്കുക. എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും. ഇംഗ്ലീഷ് പരിഭാഷ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിച്ചാൽ ആ പ്രയോഗം മറ്റൊരു നിലയിലാണ് ചില പരിഭാഷകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിങ്ങനെയാണ്: ലെറ്റ് മീ ഡ്വെൽ വിത്ത് യു ഇൻ ദിസ് പ്ലേസ്. ഞാൻ നിങ്ങളോട് കൂടെ ഈ സ്ഥലത്ത് വസിക്കുമെന്നാണ്. 2 നിലയിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പുറകാലെ ചെയ്യാം. സാധാരണ പുസ്തകത്തിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ പറയുന്ന ഒരു പതിവുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. നേരിട്ട് ഈ വേദഭാഗത്തിലേക്ക് തന്നെ വരികയാണ്. ആവശ്യമുള്ള പശ്ചാത്തലം വാക്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞുകൊള്ളാം. 7-ാമത്തെ അധ്യായം 1 മുതൽ 8-ന്റെ 3 വരെയുള്ളത് യെരമ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിലെ ഏറ്റവും ശക്തമായ പ്രസംഗങ്ങളിൽ ഒന്നാണ്. It is one of the most powerful sermon in this chapter. ഈ പ്രസംഗത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ, ഈ പ്രസംഗത്തിൽ കൂടെ പ്രവാചകൻ പറയുന്ന കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ, പ്രസംഗത്തിലേക്ക് വരുന്നതിന് മുന്നേ പ്രസംഗത്തോടുള്ള പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം. ഒരു പ്രസംഗം നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ എറിച്ചോ എന്നറിയണമെങ്കിൽ എങ്ങനെ അറിയുന്നത്? പ്രസംഗത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രതികരണം നോക്കിയാൽ മതി. അപ്പോൾ യെരമ്യാവിൻ്റെ ഈ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു, പ്രസംഗം കേട്ട ജനത്തിൻ്റെ അഭിപ്രായങ്ങൾ എന്താണ്, അത് നമുക്കൊന്ന് നോക്കാം. 3 പ്രതികരണം നിങ്ങൾ ശ്രദ്ധിക്കണം. 3 പ്രതികരണം. 1-ാമത്തെ പ്രതികരണം പ്രസംഗിച്ച പ്രവാചകന്റെ ഒരു പ്രതികരണം നമുക്കിവിടെ കാണാൻ പറ്റും. The response of the preacher himself. പ്രസംഗിക്കുന്ന ആളുടെ പ്രതികരണം. അത് നമ്മൾ കാണുന്നത് 9-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. ഞാനത് വായിക്കാം. ചാപ്റ്റർ 9 വേഴ്സ് 1. പ്രവാചകന്റെ പ്രതികരണം. പ്രവാചകൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പറയാ, അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിമാരുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണുനീരുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പ്രസംഗിച്ച ആളുടെ മനോഭാവം എന്തുവാ? ഇന്ന് എന്തുവാണേലും 2 എണ്ണം ശരിക്കു പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും കണക്കിന് കൊടുത്തിട്ടുണ്ട്. നല്ല മനോഭാവം. പ്രസംഗിച്ച പ്രവാചകൻ പറയാ, കുറച്ചും കൂടെ പ്രാർത്ഥിക്കാൻ, എൻ്റെ കണ്ണിന് കുറച്ചുകൂടെ കണ്ണുനീര് തരാമോ, കരഞ്ഞു പ്രാർത്ഥിക്കാൻ.
വൈ ഐ എം ഷോയിങ് ദ റെസ്പോൺസ് ഈസ് ബിക്കോസ് ദിസ് ഇസ് നോട്ട് എ നോർമൽ സർമൺ അല്ല. സാധാരണ താൻ പ്രസംഗിച്ച പ്രസംഗങ്ങൾ പോലല്ല. ഇത് കഴിഞ്ഞപ്പം തനിക്ക് തന്നെ ഉള്ളിൽ വേദന. അപ്പൊ ഇങ്ങനെ കരയണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പ്രവാചകൻ തീരുമാനിക്കുമ്പോൾ രണ്ടാമതായിട്ട് മറ്റൊരു പ്രതികരണം കൂടെ ശ്രദ്ധിക്കണം. പ്രവചിച്ച പ്രവാചകന് കരയണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ ആഗ്രഹം. പക്ഷെ രണ്ടാമതായിട്ട് മറ്റൊരു പ്രതികരണം, അത് ദൈവത്തിന്റെ പ്രതികരണമാണ്. അത് ആക്ച്വലി ഇറ്റ് ഷുഡ് സ്കെയർ അസ്. അത് നമ്മളെ ഭയപ്പെടുത്തണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുവാണ് ദൈവം പറഞ്ഞ പ്രതികരണം? അത് നമ്മൾ കാണുന്നത് 7-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. അതൊന്ന് വായിക്കാം. 7:16. അതുകൊണ്ട് നീ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്കു വേണ്ടി യാചനയും പ്രാർത്ഥനയും കഴിക്കരുത്, എന്നോട് പക്ഷവാദം ചെയ്യുകയും അരുത്, ഞാൻ നിന്റെ അപേക്ഷ കേൾക്കുകയില്ല. എന്തുവാ പ്രതികരണം? കട്ടിയാ പ്രിയമുള്ളവരെ. ദൈവം പറയാ, നീ പ്രാർത്ഥന നിർത്ത, നിന്റെ മധ്യസ്ഥ നിർത്തിക്കോ. സാധാരണഗതിയിൽ പ്രവാചകന്മാരെല്ലാം ശക്തന്മാരായ പ്രാർത്ഥന വീരന്മാരാണ്. ദേ ആർ വെരി പവർഫുൾ ഇന്റർസെസേഴ്സ്. മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവരാണ്, പ്രാർത്ഥിച്ച് ദൈവകോപത്തെ നീക്കുന്നവരാണ്. ഒരു ഉദാഹരണം ഞാൻ വേണേൽ പറയാം. പലരുടെയും പല പേരുകൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. മോശയുടെ, അബ്രഹാമിൻ്റെ പ്രാർത്ഥന, എത്രയോ പ്രാർത്ഥനകൾ. അങ്ങനെ പ്രാർത്ഥിച്ച് വലിയ ന്യായവിധികൾ മാറത്തക്കവണ്ണമൊക്കെ ഇടിവിൽ നിന്ന പ്രവാചകന്മാരുണ്ട്. പക്ഷെ കരയാൻ തീരുമാനിച്ച, പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിക്കുന്ന പ്രവാചകനോട് ദൈവം പറയാ, പ്രാർത്ഥിക്കണ്ട, നീ പ്രാർത്ഥിച്ചാലും മറുപടി ഉണ്ടാകത്തില്ല. കാരണം എന്താ? ഈ പ്രസംഗത്തിൽ പറയുന്ന വിഷയം ഇറ്റ് ഈസ് ബിയോണ്ട് ദ റീച്ച് ഓഫ് യുവർ പ്രേയേഴ്സ്. നിന്റെ പ്രാർത്ഥന കൊണ്ട് മാറ്റുന്നതിനേക്കാളും ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്ക് ജനം അധപ്പതിച്ചു എന്ന് പറയാം. അപ്പോൾ 2 പ്രതികരണം കണ്ടു. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം ആരുടെയെന്നറിയോ? ജനത്തിൻ്റെ പ്രതികരണം. കേട്ട ജനം ഇതിനോട് എന്തുമായിരിക്കും പ്രതികരിച്ചത് എന്ന് നമ്മൾ നോക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ അധ്യായത്തിൽ അത് കാണത്തില്ല. ചാപ്റ്റർ 7-8 അതില്ല. പക്ഷെങ്കിൽ ഇതേ പ്രസംഗം 7-ാമത്തെ അധ്യായത്തിൽ പ്രസംഗിച്ച ഇതേ പ്രസംഗം ഈ പുസ്തകത്തിൻ്റെ 26-ാമത്തെ അധ്യായത്തിലും പ്രസംഗിച്ചിട്ടുണ്ട്. ചില വേദപണ്ഡിതാക്കന്മാരുടെ അഭിപ്രായം ഒരേ കാര്യം 2 തവണ എഴുതിയതാന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയുന്നത് ഒരേ പ്രസംഗം 2 ഇടത്ത് പ്രസംഗിച്ചതാണ്. അതെങ്ങനെ? ഇന്നത്തെ പോലെ ഇതേ പ്രസംഗം ഞാൻ ചിലർ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിച്ചതാണ്, വീണ്ടും ഇത് പ്രസംഗിക്കുന്നത് പോലെ യെരമ്യാവ് ഇത് വീണ്ടും വീണ്ടും പ്രസംഗിച്ചു വരും. അപ്പം ഇന്നലെ പാസ്റ്റർ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ചിന്തയുണ്ടായി, ഏത് പ്രസംഗിക്കണം. പാസ്റ്ററിന് കുഴപ്പമില്ല, സെയിം സർമൺ, നോ പ്രോബ്ലം. പിന്നെ എനിക്ക് മനസ്സിലായി, ശരിയാ, യെരമ്യാവും അതാ ചെയ്ത്, ഇതേ പ്രസംഗം വീണ്ടും വീണ്ടും പുറകെ നടന്ന് പ്രസംഗിക്കുക. അപ്പോൾ രണ്ടാമത് താൻ ഇതേ പ്രസംഗം പ്രസംഗിച്ചു 26-ാമത്തെ അധ്യായം. പക്ഷെ രണ്ടാമത് പ്രസംഗിച്ചപ്പോൾ കളം ചൂടായി. ആദ്യത്തെ പ്രസംഗത്തെ പോലെ അല്ല, രണ്ടാമത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ജനത്തിന്റെ പ്രതികരണം എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ 26-ന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 26-ന്റെ 7-ാമത്തെ വാക്യം. യിരെമ്യാവ് ഈ വാക്കുകളെ യഹോവയുടെ ആലയത്തിൽ വച്ച് പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും കേട്ടു. എല്ലാവരും പ്രസംഗം ശരിക്കും കേട്ടു. കേട്ട് കഴിഞ്ഞപ്പോ 8-ാമത്തെ വാക്യം. എന്നാൽ സകല ജനത്തോടും പ്രസ്താവിപ്പാൻ യഹോവ കൽപ്പിച്ചിരുന്നതൊക്കെയും യിരെമ്യാവ് പ്രസ്താവിച്ചു തീർന്ന ശേഷം പുരോഹിതന്മാരും പ്രവാചകന്മാരും. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഇപ്പത്തെ യോഗങ്ങൾക്ക് അവസാനം പുരോഹിതന്മാർ വരും. ഇപ്പോഴും അങ്ങനെ പുറത്ത് മിനിസ്ട്രിക്ക് പോകുന്നവർക്ക് അറിയാം. അപ്പം പ്രസംഗിക്കാൻ പോകുന്ന സ്ഥലത്തിലെ പാസ്റ്ററും വിളിച്ച ആളൊക്കെ വരും. എന്തിനാ? ജനത്തിന് അറിയത്തില്ല, എന്തോന്നും അറിയാം, സ്തോത്രം തരാൻ വരും. എന്നതുപോലെ പ്രവാചകൻ പ്രസംഗിച്ചു കഴിഞ്ഞിട്ടിരിക്കുക. അപ്പം പുരോഹിതന്മാരെല്ലാം ഒരുമിച്ച് വരുന്നുണ്ട്. എന്തുവാ അവർ പറയുന്നേ? സ്തോത്രമല്ല, എന്തുവാ പറയുന്നേ? പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും അവനെ പിടിച്ചു. യെരമ്യാവിനെ പിടിച്ചു. നീ മരിക്കണം നിശ്ചയം. വായിച്ചോ. ഈ ആലയം ശീലോവിന് തുല്യമാകും, ഈ നഗരം നിവാസികൾ ഇല്ലാതെ ശൂന്യമാകും. ഇത് നിന്റെ അവസാനത്തെ പ്രസംഗമാ. ഇനി നീ ഇവിടെ അധികം പ്രസംഗിക്കേണ്ട, ഇവരെ നമുക്ക് പിടിച്ച് കൊന്നേക്കാമെന്നായിരുന്നു ജനത്തിന്റെ പ്രതികരണം. സ്തോത്രം. ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ പ്രതികരണങ്ങളൊക്കെ പറയുന്നതിന്റെ കാരണം പറയുന്നതിന്റെ ഗൗരവം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്.
ഇറ്റ് ഇസ് നോട്ട് എൻ ഈസി സർമൺ. നമുക്കും അത് അത്ര ഈസി ആയിരിക്കത്തില്ല. അന്ന് പറഞ്ഞപ്പോൾ ഇതായിരുന്നു പ്രതികരണം. സോ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പ്രസംഗം ഇത്രയും ജനത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കാരണം ഇത് പ്രസംഗിച്ച സ്ഥലമാണ്. പ്രവാചകൻ ഇതിനു മുമ്പ് പ്രസംഗിച്ച പല സ്ഥലങ്ങളുണ്ട്. പക്ഷെ മറ്റു പലയിടത്ത് പ്രസംഗിച്ചതുപോലല്ല. ഈ 7-ാമത്തെ അധ്യായത്തിലെ പ്രസംഗം നടക്കുന്ന സ്ഥലം ദൈവമക്കളൊന്ന് ശ്രദ്ധിക്കണം. അത് എഴുതിയേക്കുന്നത് 7-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ മതി. ചാപ്റ്റർ 7 വേഴ്സ് 2. നീ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയെ നമസ്കരിപ്പാൻ ഈ വാതിലുകളിൽ കൂടി കടക്കുന്നവരായ എല്ലാ യഹൂദയുമായുള്ളോരെ യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ എന്നീ വചനം വിളിച്ചു പറയും. അപ്പൊ പ്രസംഗം എവിടെ നടക്കുന്നേ? ആലയത്തിന്റെ വാതിക്കലുള്ള പ്രസംഗമാണ്. അവിടെ ഒരു പ്രയോഗമുണ്ട്, എല്ലാ യഹൂദന്മാരുമായുള്ളോരെ. അങ്ങനെ ആ പ്രയോഗം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മിക്കവാറും യഹൂദനെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞതാണ്ടിൽ 3 തവണയെങ്കിലും ഉത്സവങ്ങൾക്ക് എവിടെ വരണം? യെരുശലേമിൽ വരേണ്ട ഒരു പതിവുണ്ട്. അപ്പോൾ യെരമ്യാവ് ഇവിടെ 7-ാമത്തെ അധ്യായത്തിലെ പ്രസംഗം പ്രസംഗിക്കാൻ പോയത് ഈ ഉത്സവത്തിൻ്റെ സമയം നോക്കി, ജനമെല്ലാം ഒന്നിച്ചു വരുന്ന സമയം നോക്കി എവിടെ നിൽക്കുക? വാതിക്കൽ നിൽക്കുക ദൂതുമായിട്ട്. അർത്ഥം പ്രസംഗം ഇവിടെ അകത്തല്ല, നിങ്ങൾ ഓർത്താൽ മതി, ഗേറ്റിൻ്റെ അവിടെ നിന്നുള്ള പ്രസംഗങ്ങളാണ്. ഇന്നാണേലും മനോഹരമായ ഈ പോകുന്ന വഴിക്കൊക്കെ, ഞാനിപ്പം തിരുവല്ലയെന്നാണ് വന്നത്, ഇച്ചിരി താമസിച്ചു വന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ നോക്കി ഇവിടെ പല ഫ്ലെക്സുകൾ നമുക്ക് കാണാം. അപ്പോൾ അതിലെ ചില ഫ്ലെക്സുകളൊക്കെ ആരാധനയ്ക്ക് ക്ഷണിക്കുന്ന ഫ്ലെക്സുകളാണ്. ആ ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വരും. ഇനി തൊട്ടടുത്ത് കുമ്പനാട് അടുത്ത് ഒരു ഫ്ലെക്സ് ഉണ്ട്, 2 പേര് നിൽക്കുന്ന, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ കവിഞ്ഞൊഴുക്കുകളും അനുഗ്രഹങ്ങൾ കൊടുക്കുന്നിടത്തേക്കൊക്കെ ജനത്തെ സ്വീകരിക്കുന്ന ഫ്ലെക്സുകളൊക്കെ കണ്ടേക്കാം. നമ്മളും ചെയ്യാറുണ്ട്. കൺവെൻഷൻ ആകുമ്പോൾ അനൗൺസ്മെൻറ്റുമായിട്ട് പോകുന്നില്ല, കടന്നു വരുവീൻ എന്നൊക്കെ പറയുന്ന പോലെ, അതേപോലെ തന്നെ. പക്ഷെ ഇവിടെ പ്രവാചകൻ വിളിച്ചു പറയുന്ന പ്രസംഗം ഉത്സവത്തിന് വന്നിരുന്ന ജനത്തിന് പോലും സംശയം, ഇനി സ്ഥലം മാറിപ്പോയോ, അങ്ങനത്തെ വാക്കാതാൻ പറയുന്നു. നിന്റെ വഴിയും നടപ്പും നന്നാക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ. അപ്പൊ അവര് ചിന്തിച്ചു, എന്ത് പറ്റി, സ്ഥലം മാറിയോ? ഇതാരാ പുതിയ പ്രസംഗി? നമ്മുടെ പാസ്റ്റർമാരെ ഒന്നും കാണുന്നില്ലല്ലോ, വേറെ പാസ്റ്ററാണല്ലോ പ്രസംഗിക്കുന്നത്, എന്തുവാ കാര്യം? പുറത്തു നിന്ന് പ്രസംഗമാണ്, മനസാന്തരപ്പെടുവിൻ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും ശ്രദ്ധ പിടിച്ചു പറ്റിയതിന്റെ കാരണം ഇതൊരു ഉത്സവത്തിന്റെ സീസണാണ്. ഇറ്റ് ഇസ് എ സ്ട്രാറ്റജിക് ടൈം ആൻഡ് എ സ്ട്രാറ്റജിക് പ്ലേസ്. കറക്റ്റ് സ്ഥലത്ത് പോയി കറക്റ്റ് ദൂത് പറയുന്ന പ്രവാചകനെയാണ് ഇവിടെ കണ്ടത്. അത് ദൈവത്തിന്റെ നടത്തിപ്പാണ്. അപ്പൊ ഈ പ്രസംഗത്തിലെ ഒരു കീ വേഴ്സായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ഞാൻ അന്ന് പറഞ്ഞതാണെങ്കിൽ ഞാനതൊന്ന് കാണിക്കാം. അതാണ് ഇതിന്റെ ഒരു കീ വേഴ്സ്. അത് അതിന്റെ 11-ാമത്തെ വാക്യമാണ്. ചാപ്റ്റർ 7 വേഴ്സ് 11. ഒന്ന് നോക്കിക്കേ, 11. എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അതങ്ങനെ തന്നെ തോന്നുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾക്ക് തോന്നുന്നുവോ, എനിക്കും തോന്നുന്നു എന്നൊക്കെ എഴുതിയേക്കുന്നത്. ചിലപ്പോൾ എന്തുവാണ് തോന്നുന്നുവോ, അതിൻ്റെ അർത്ഥം സിമ്പിളാണ്. അർത്ഥം ഇത്രേ ഉള്ളൂ. ഇംഗ്ലീഷ് വായിക്കാൻ നോക്കുന്നവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഈ ആലയം, എൻ്റെ നാമത്താൽ വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ ആയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ദിസ് ടെമ്പിൾ ഹാസ് ബിക്കം ദി ഡെൻ ഓഫ് റോബേഴ്സ്. ഇത് കള്ളന്മാരുടെ ഒരു ഗുഹയായിരിക്കുന്നു. ഇത് ഇത്രയും പ്രാധാന്യമുള്ള വാക്യമാണെന്ന് പറയാൻ കാരണം, ഈ വാക്യമാണ് യേശു കർത്താവ് പുതിയ നിയമത്തിൽ കോട്ട് ചെയ്ത ഒരു ഭാഗമാണ്. നമുക്കറിയായിരിക്കും, നമ്മൾ ആ ഭാഗങ്ങൾ ഇവിടെ ധ്യാനിച്ചിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 21-ാമത്തെ അധ്യായം ഇപ്പോൾ എടുക്കേണ്ട അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ദേവാലയത്തിൽ ചെന്നു, യെരുശലേം ദേവാലയത്തിൽ. ഇതേ സ്ഥലമാണ്, ഇത് പഴയ നിയമത്തിൽ നടന്നൊരു സംഭവമാണ്. യെരമ്യാവിൻ്റെ ഇതേ യെരുശലേമിലെ ദേവാലയത്തിൽ വീണ്ടും യേശു കർത്താവ് പുതിയ നിയമ കാലഘട്ടത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പശ്ചാത്തലം നമുക്കറിയത്തില്ലേ? ആരാധന നടക്കുന്ന സ്ഥലം ഇപ്പൊ ബിസിനസ് സെന്ററായി, കച്ചവടങ്ങൾ നടക്കുന്നു, മണി ലെൻഡേഴ്സ്, മണി ചെയിൻസും, ഭയങ്കര ബഹളം. കർത്താവ് ഇതെല്ലാം കൂടെ
ടേബിളെല്ലാം മറിച്ചിട്ട് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന മൃഗങ്ങളെല്ലാം അടിച്ചോടിച്ച് ഇവരെല്ലാം പുറത്താക്കി ശുദ്ധീകരിച്ചിട്ട് പറഞ്ഞൊരു വാക്കാണ്, ഇത് പ്രാർത്ഥനാലയമാകും. അത് യെശയ്യാവിലെ ഒരു വാക്യമാണ്. എന്നിട്ട് കൂടെ കോട്ട് ചെയ്തത് ഈ പ്രയോഗമാ, നിങ്ങൾ എന്തോ ആക്കി ഇതിനെ? കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. കള്ളന്മാരുടെ ഗുഹ. അപ്പം പഴയ നിയമത്തിൽ ലിറ്ററലി ഒരു ടെമ്പിളുണ്ട്. യേശു കർത്താവിൻ്റെ സമയത്തിൽ യെരുശലേമിൽ ഒരു ടെമ്പിളുണ്ട്. ഇന്ന് നമ്മളിത് ധ്യാനിക്കുമ്പോൾ ഫോർ ദ ന്യൂ ടെസ്റ്റ്മെന്റ് റീഡിംഗ് പൗലോസ് ടെമ്പിളിന് നൽകിയ വ്യാഖ്യാനം, കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് 2 തവണ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് അറിയുന്നില്ലയോ? 2 തവണ പറഞ്ഞിട്ടുണ്ട്. 1 ചാപ്റ്റർ 3, 2 ചാപ്റ്റർ 6. ഒന്നാമതായിട്ട് പറയുമ്പോൾ അത് ചർച്ചിനെ പറ്റി പറയാ, കമ്മ്യൂണിറ്റിയെ പറ്റി പറയാ. ചർച്ച് ആസ് എ കമ്മ്യൂണിറ്റി ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നമുക്ക് മനസ്സിലാകാൻ പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഇതിനെ മനസ്സിലാക്കുമ്പോൾ യെസ്, ദിസ് ലോക്കൽ ചർച്ച്, ഇത് ദൈവത്തിൻ്റെ ആലയമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. 6-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നത് ഇൻഡിവിജ്വൽസിനെ നോക്കിയിട്ട് പറയാം, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമാണ്. യു ഈച്ച് വൺ ഓഫ് യു ഈസ് ദി ടെമ്പിൾ ഓഫ് ഗോഡ്. അപ്പോൾ ഇന്ന് തുടർന്നുള്ള സമയം നമ്മൾ ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ വാട്ട് ഈസ് ദ മെസ്സേജ്? ഇന്നത്തെ നമ്മുടെ സന്ദേശം എന്താ? സന്ദേശം ഇത്രേ ഉള്ളൂ, ഗോഡ് ഹാസ് എ പ്ലാൻ ടു ക്ലെൻസ് ദ ചർച്ച്. സഭയെ ശുദ്ധീകരിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. അത് ചർച്ചായിട്ട് നമ്മുടെ എനർജി എന്ന് പറഞ്ഞ് ചർച്ച് എടുക്കുക, ഇൻഡിവിജ്വൽ ലൈഫ്സ് എടുക്കുക. ഗോഡ്സ് പ്ലാൻ, ഈ ഉപവാസ പ്രാർത്ഥനകൾ, 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രധാന ഉദ്ദേശം, ദൈവം ആഗ്രഹിക്കുന്നത് ടു പേർജസ്, നമ്മളിൽ ചീത്തയായ ചിലതെടുത്ത് മാറ്റി ഒന്ന് ശുദ്ധീകരിക്കാൻ ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ടാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളിത് ധ്യാനിക്കുന്നത്. അപ്പൊ ചോദ്യം, പഴയ നിയമത്തിൽ ഈ പ്രവാചകൻ എന്ന് ഓർത്ത് നോക്കി എന്തൊരു ധൈര്യത്തിലായിരിക്കും ആലയത്തിൻ്റെ വാതുക്കൽ നിന്നിട്ട് പറയാൻ, നിങ്ങളെല്ലാം കൂടി ഇതിനെ എന്തോ ആക്കി? കള്ളന്മാരുടെ എന്തോ ഈ കള്ളന്മാരുടെ ഗുഹ എന്ന് പറഞ്ഞാൽ, കള്ളന്മാരുടെ ഗുഹ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ആ വാക്കിൽ തന്നെ അർത്ഥമുണ്ടല്ലോ. എന്തെങ്കിലും ഒരു ക്രൈം ചെയ്തു, എന്തെങ്കിലും ഒരു കവർച്ച ചെയ്തതിന് ശേഷം ഈ കവർച്ച ചെയ്ത മുതലുമായിട്ട് ഈ കള്ളന് പോയി സുരക്ഷിതമായി പാർക്കാൻ ഒരു ഒളിത്താവളം ഉണ്ടാകണം, ഒരു ഹൈഡ് ഔട്ട്. ഒളിച്ച് ജനത്തിൻ്റെ ശ്രദ്ധ പിടിക്കാതെ, ജനമൊന്നും കാണാതെ, അവിടുത്തെ ഭരണാധികാരികളൊന്നും പിടിക്കാതെ ഒളിച്ച് പാർക്കാൻ പറ്റിയ ഒരു സ്ഥലം, ഡെൻ ഓഫ് റോബേഴ്സ്. അപ്പം ആ സംഭവം എടുത്തിട്ട് യെരമ്യാവ് പറയാ, ഈ കള്ളന്മാർക്കിപ്പോൾ ഏറ്റവും നല്ല ഹൈഡ് ഔട്ട് യെരുശലേമിലെ ദേവാലയമാണ്. അയ്യോ, എന്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ആരും ഒരിക്കലും ചിന്തിക്കത്തില്ല കള്ളം പള്ളിയിൽ കയറുമെന്ന്. മോഷ്ടിച്ചവനെ തെരഞ്ഞു പോകുന്നത് എവിടെ ആയിരിക്കും? അവൻ പാർക്കാൻ സാധ്യതയുള്ള, ആരും പ്രതീക്ഷിക്കാത്തടത്തൊക്കെ പട്ടാളമൊക്കെ പോലീസൊക്കെ തിരയുക. പക്ഷെ കള്ളം മിടുക്കന, കള്ളൻ എവിടെ കയറി? ഗ്ലോറി ഇതിനകത്ത് കയറി. ആരും പ്രതീക്ഷിക്കാത്ത സ്ഥലമല്ലേ? അങ്ങനെ ഒരിക്കലും നോ വൺ വിൽ സസ്പെക്ട്, ആരും ശ്രദ്ധിക്കത്തില്ല. ഇവിടെ വിശുദ്ധന്മാരല്ലയോ ആരാധിക്കാൻ ഉത്സവത്തിന് വന്ന് വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അങ്ങനെ കള്ളം കയറുന്നത്? നോ വൺ വിൽ സസ്പെക്ട്. പക്ഷേ ഇവിടെ ഞാൻ പ്രാരംഭത്തിൽ ഒരു വാക്യം നിങ്ങളെ കാണിക്കുക, അത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോണം. തുടർന്ന് പറയുന്ന എല്ലാ ഭാഗത്തോടും ഈ വാക്യം നിങ്ങൾ തന്നെ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ആ 11-ന്റെ 2-ാമത്തെ ഭാഗം എന്നിങ്ങനെ നിങ്ങൾക്കും തോന്നുന്നുവല്ലോ. ഇംഗ്ലീഷിലെ ഭാഗം ഞാനൊന്ന് വായിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. യു നോ ഐ ടു ആം വാച്ചിങ്. എങ്ങനെ കള്ളന്മാരുടെ ഗുഹയായെന്നറിയാമോ? ആരും ശ്രദ്ധിക്കത്തില്ലെന്നുള്ള ചിന്തയിലാണ് കടന്നുകൂടിയത്. പക്ഷേ പ്രവാചകനിലൂടെ ദൈവം പറയാം, പള്ളിക്കകത്ത് ഉത്സവത്തിന് ആരൊക്കെ കയറിയെന്ന് വ്യക്തമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ആരും കണ്ടില്ലെന്നോർത്തല്ലേ നിങ്ങൾ ഉത്സവത്തിന് കയറിയേ? വലിയ മൃഗമായിട്ടൊക്കെയാണ് കയറിയപ്പോൾ തന്നെ അറിയിച്ചു, ഇന്ന് ഏറ്റവും വലിയ വഴിപാട്, ഏറ്റവും വലിയ യാഗം ഞാനാ കഴിക്കുന്നതെന്നൊക്കെയുള്ള ഇതിലാണ് വന്ന് കയറിയത്. പക്ഷെ ദൈവം പറയാ, ആരും കണ്ടില്ലെന്ന് ചിന്തിക്കണ്ട, ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം.
നമ്മളെ പറ്റിയും കർത്താവിന് അത് തന്നെ പറയാനുള്ളത്. നമ്മുടെ അവിടെ പിന്നെ പ്രവാചകൻ പറയാതെ തന്നെ അവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. എന്തുവാ? CCTV സർവേലൻസിലാണ് നിങ്ങളെ കാണുന്ന ദൈവമുണ്ട്. ഇനി ഞാൻ തുറന്നു പറയുന്നത് എന്തറിയോ? ഈ ക്യാമറയുടെ കണ്ണുകൾ എവിടൊക്കെയാ കാണുന്നെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് പാർട്ട് ഓഫ് ദി സെർമൺ. ഞാൻ പ്രാരംഭത്തിൽ തന്നെ പറയാം, ഈ സഭയുടെ ഭാഗമായിരിക്കുന്ന എല്ലാവരും തിരിച്ചറിയുക, ഈ സഭയ്ക്കകത്ത് നടക്കുന്ന ഏറ്റവും ചെറിയ ചലനങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന അദൃശ്യനായ ഒരു ദൈവം ഇതിന്റെ മധ്യത്തിൽ ഇന്ന് പ്രഭാതത്തിലും ഉണ്ടെന്ന് തിരിച്ചറിയണം. ആ ഭയവും ആ ഭക്തിയും ആ ആദരവും ആ ബഹുമാനത്തിനും അവൻ യോഗ്യനാണ്. ആ സംഭവം മറക്കല്ലേ. അവര് മറന്നത് കാണുന്ന ദൈവത്തെ മറന്നുപോയി. ഇനിയും ഞാൻ പറയുന്നത്, എങ്ങനെയാണ് ഇത് കള്ളന്മാരുടെ ഗുഹയായത്? യെരുശലേം ദേവാലയം, ആരാധന നടക്കണ്ട, യാഗം നടക്കണ്ട, വഴിപാട് നടക്കണ്ട, ദൈവത്തിന് വസിക്കേണ്ട സ്ഥലം. How did it become a den of lions? How did they make it a den of lions? Not lions, robbers. എങ്ങനെ? ഞാനൊരു 5 കാര്യം പെട്ടെന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. 5 things. ഒന്നാമത്തെ കാര്യം, ഇപ്പം നമ്മൾ വായിച്ചത് 11-ാമത്തെ വാക്യമാണ്. ആ കോണ്ടെക്സ്റ്റിൽ തന്നെ 11-ാമത്തെ വാക്യത്തിൽ ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ കോണ്ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. 9, 10 വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങൾ മോഷ്ടിക്കുകയും കൊല ചെയ്യുകയും വ്യഭിചരിക്കുകയും കള്ളസത്യം ചെയ്യുകയും ബാലിന് ധൂപം കാട്ടുകയും നിങ്ങൾ അറിയാത്ത ദേവന്മാരോട് ചെന്ന് ചേരുകയും ചെയ്യുന്നു. പിന്നെ വന്ന് എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയത്തിൽ എൻ്റെ സന്നദ്ധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ മ്ലേച്ഛതകളൊക്കെയും ചെയ്യേണ്ടതിന് തന്നെയോ? അത് കഴിഞ്ഞിട്ടാണ് ചോദ്യം, നിങ്ങൾ ഇതിനെ കള്ളന്മാരുടെ എന്തുവാ ഇവിടുത്തെ സംഭവം? ഒന്നാമത്തെ കാര്യം, ഇവര് ഇത് കള്ളന്മാരുടെ ഗുഹ എങ്ങനെ ആക്കി? ഒന്നാമത്തത്, they made it a comfortable place for sinners. പാപം ചെയ്തിട്ട് തോന്നിയ വഴിക്ക് നടന്നിട്ട് സ്വസ്ഥമായി വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് ആലയത്തെ തീർത്തു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നോക്കണം. മോഷണം, കൊല, വ്യഭിചാരം, കള്ളസത്യം, മറ്റു ദൈവങ്ങൾക്ക് ധൂപം കാട്ടി, ഇതെല്ലാം ചെയ്തിട്ട് ഉത്സവത്തിൻ്റെ ദിനമായപ്പോൾ വന്ന ആലയത്തിൽ കയറിയേക്ക നമ്മക്കന്ന് ഇനിയത്തെ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാമെന്നുള്ള നിലയിൽ ഇവിടെ വന്ന് കയറി. കംഫർട്ടബിൾ ഇൻ സിൻ, പാപത്തിൽ സ്വൈര്യമായിരിക്കുക. ഇത് പറയുമ്പം ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ പറഞ്ഞെങ്കിലേ അത് വ്യക്തമാകത്തുള്ളൂ. ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഒരു സന്ദേശത്തിൽ ഞാൻ പറഞ്ഞ കാര്യം, പണ്ട് ഇവരെല്ലാവരും കൂടെ വന്നപ്പോൾ അവിടുത്തെ പുരോഹിതന്മാരെല്ലാം പറഞ്ഞു സമാധാനം, സമാധാനം, സമാധാനം. അപ്പൊ ഇവര് ചിന്തിച്ചു, യോ, ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തതും ഞാൻ കഴിഞ്ഞ ആഴ്ച പോയതൊന്നും ആരും കണ്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. പാസ്റ്റർ പറഞ്ഞ പ്രസംഗം കണ്ടില്ലയോ? നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ. ബാക്കിയുണ്ടേ, വായിച്ചാൽ മതി, ഞാനത് ഇപ്പം എടുക്കാൻ സമയം എടുക്കുന്നില്ല. അപ്പൊ ഇത് ആവർത്തിച്ച് എല്ലാ ആഴ്ചയും സമാധാനം, അനുഗ്രഹം, അനുഗ്രഹം, സമാധാനം, ഇത് തന്നെ കേട്ടപ്പോ ഇവർക്ക് മനസ്സിലായി ഏറ്റവും നല്ലത് സഭയിൽ പോകുന്ന. കഴിഞ്ഞ ആഴ്ച നമുക്കറിയാവുന്ന ഒരു ദേവദാസനോട് പറഞ്ഞു, ഞായറാഴ്ച ഒരാഴ്ച മുഴുവനും കഷ്ടപ്പെട്ടിരിക്കുന്ന ജനത്തിന് എന്തോ വേണം? സമാധാനമുണ്ടായിരിക്കട്ടെ. ഇവിടെ ഞായറാഴ്ച രാവിലെ പ്രസംഗത്തിൽ എന്തോ വേണം? അപ്പൊ ഇങ്ങനെ സമാധാനം കൊടുത്ത് തോന്നിയ വഴിക്ക് ജീവിച്ചവനെല്ലാം പള്ളി കയറിയിരിക്കാം. സമാധാനമാ, അനുഗ്രഹമാ. വർഷത്തിന്റെ ആരംഭത്തെ മാസങ്ങളായതുകൊണ്ട് അയ്യോ അനുഗ്രഹം അങ്ങ് ഒഴുകുമല്ലയോ നമ്മുടെ വേദികളിൽ നിന്നൊക്കെ. പക്ഷെ ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, പാപത്തെ താലോലിച്ച്, രഹസ്യ ജീവിതത്തിൽ പാപത്തെ താലോലിച്ച് കടന്നു വന്ന് ആരാധിക്കാൻ പറ്റിയ ഇടമല്ല സഭ. മനസ്സിലാക്കിക്കോണേ. കഴിഞ്ഞ ആഴ്ചയേക്കാൾ ശക്തമായി ആരാധിച്ചാൽ ആഴ്ചയിൽ ചെയ്ത തോന്നിവാസത്തിന് പരിഹാരമാകില്ല. വർഷിപ്പ് ഈസ് നോട്ട് എ കവർ അപ്പ്,
ഫോർ ദ മിസ്റ്റേക്സ് ആൻഡ് സിൻസ് യു ഡു ഇൻ ലൈഫ്. ആരാധിച്ച് ഇതിനെ കവർ ചെയ്യാമെന്ന് ചിന്തിക്കില്ല. ഞാൻ ചില ദിവസങ്ങൾക്ക് പുറകിൽ ഒരു വേദഭാഗം എടുത്തപ്പോഴും അത് പറഞ്ഞതാണ്. സംടൈംസ് യു നോ വാട്ട് ഹാപ്പൻസ്, ഈ സ്പിരിച്വൽ ആക്ടിവിറ്റി, സ്പിരിച്വൽ സീൽ, ആത്മീക ആവേശത്തിൻ്റെ വലിയ പുതപ്പിൻ്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ പാപം. ഇംഗ്ലീഷിലൊരു പ്രയോഗം ഉണ്ടല്ലോ, തൂത്ത് കാർപ്പറ്റിൻ്റെ അടിയിലേക്ക്. അവ അടിയിലാണ്, പക്ഷെ മേളിൽ ഇങ്ങനെ നമ്മൾ നിലത്ത് നിൽക്കില്ല, ഇങ്ങനെ നിൽക്കുക, ചാടി നിൽക്കുക. പക്ഷേ മനസ്സിലാക്കിക്കോണം, കാണുന്നൊരുവനുണ്ട്. ആരും കണ്ടില്ല. എല്ലാവരും നോക്കിയപ്പോൾ അച്ചായനാണ് ഇന്ന് ഏറ്റവും വലിയ ആനിമലുമായിട്ട് വന്നേക്കുന്നത്. അയ്യോ, ഇന്നത്തെ യാഗം, ഇന്നത്തെ വഴിപാട്, അതെന്നോ. അപ്പോൾ പുരോഹിതന് സന്തോഷം, ഏറ്റവും വലുത് വരുന്നല്ലേ പുരോഹിതന് സന്തോഷം. അപ്പം പുരോഹിതന് സന്തോഷം, അച്ചായന് സന്തോഷം, യാഗം നടക്കുക. പക്ഷെ വാതുക്ക നിന്നൊരാൾ പറയാ, ആരും കണ്ടില്ലെന്ന് വിചാരിച്ചല്ലേ നീ കേറിയേ, കാണുന്നൊരുവനുണ്ട്. ഡു നോട്ട് തിങ്ക് യു ക്യാൻ ബി കംഫർട്ടബിൾ ഇൻ സിൻ. പാപത്തിൽ സ്വസ്ഥമായി ജീവിച്ചോണ്ട് ആരാധിച്ചാണ് ഇവരെ കള്ളന്മാരുടെ ഗുഹയാക്കിയത്. രണ്ടാമത്തെ കാര്യം, വേഴ്സ് 4 ഒന്ന് നോക്കാമോ? 4-ാമത്തെ വാക്യം. യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജവാക്കുകളിൽ ആശ്രയിക്കരുത്. യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്ന വ്യാജവാക്കുകളിൽ ആശ്രയിക്കരുത്. 8-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ഇതിനോട് ചേർത്ത് വെക്കണം. നിങ്ങൾ പ്രയോജനമില്ലാത്ത വ്യാജ വാക്കുകളിൽ ആശ്രയിക്കരുത്. എന്തുവാ രണ്ടാമത്തെ പ്രശ്നം? രണ്ടാമതായിട്ട് പ്രവാചകൻ ഇവരോട് പറയുന്നത്, ഇത് കള്ളന്മാരുടെ ഗുഹ എങ്ങനെ ആയി? അതിൻ്റെ കാരണം ഒരു തിയോളജിക്കൽ പ്രശ്നമുണ്ട്. എന്തുവാ പ്രശ്നം? They had a false temple theology. തെറ്റായ ആലയത്തെ പറ്റിയുള്ള അവരുടെ പഠനം, ആലയത്തെപ്പറ്റി അവർ തെറ്റിദ്ധരിച്ചു. എന്തോ അവർക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാലേ, അവർ ചിന്തിച്ചത് ആലയമുള്ളത് കൊണ്ട് ദൈവം ഞങ്ങളെ നശിപ്പിക്കത്തില്ല. യെരൂശലേം എന്ന് പറയുന്ന ഈ പട്ടണത്തിന് അനർത്ഥം വരത്തില്ല. കാരണം എന്താ? ഇത് ആലയമുള്ള പട്ടണമല്ലേ, ഇത് ദൈവം പറഞ്ഞ. ഈ ആലയത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, പഴയ നിയമത്തിലെ വാക്യങ്ങളുണ്ട്. ആലയം പണിത് ഈ ആലയത്തെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടില്ല. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ശലോമോൻ ആലയം പണിത് പ്രതിഷ്ഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങിയതാണ്. ശലോമോന് മുൻപ് തന്നെ ശലോമോന്റെ പിതാവായിരിക്കുന്ന ദാവീദിനോട് ദൈവം പറഞ്ഞതാണ്, എന്നേക്കും നിന്റെ തലമുറ രാജ്യത്വം ഭരിക്കും. ഈ ആലയം യഹോവയുടെ ആലയമായിരിക്കും. സിയോൻ എന്നേക്കുമുള്ള എൻ്റെ നിവാസമായിരിക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ മനസ്സിലിരിക്കുക. അപ്പോൾ അവർ പറയുന്നത് ഒരർത്ഥത്തിൽ ശരിയല്ലയോ? ശരിയാ. അതുമാത്രമല്ല, ഇത് യെരമ്യാവ് പ്രവചിക്കുമ്പോൾ, യെരമ്യാവ് പ്രവചിക്കുന്ന കാലഘട്ടം കൂടെ ഒന്ന് മനസ്സിലാക്കണം. താൻ പ്രവചിക്കുന്നത് യഹൂദയുടെ അവസാനത്തെ നാളുകളിലേക്ക് അടുക്കുക. അവസാനത്തെ നാളുകൾ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ 10 ഗോത്രം, യഹൂദ 2 ഗോത്രം. ഈ 10 ഗോത്രം അടങ്ങുന്ന ഇസ്രായേലിനെ ഓൾറെഡി അസീറിയൻസ്, അശൂർ സൈന്യം വന്ന് നശിപ്പിച്ചു. അവർ തോറ്റു. അവർ പ്രവാസത്തിലും ആ ദേശം തന്നെ ഇല്ലാതാകുക. ഇനി ബാക്കിയുള്ളത് ഈ 2 ഗോത്രം മാത്രമേ ഉള്ളൂ, യഹൂദ മാത്രമേ ഉള്ളൂ, യെരൂശലേം മാത്രമേ ഉള്ളൂ. അപ്പം ഇവർക്ക് ഇത്രയും ഈ നാശം കണ്ടിട്ടും ഇവർക്ക് ഇത്രയും ധൈര്യം വരാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു സംഭവമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ അസീറിയൻ രാജാവ് സെന്നക്കരീബ് എന്ന് പറയുന്ന ഒരു അസീറിയൻ രാജാവ് യഹൂദന്മാരെ നശിപ്പിക്കാൻ വേണ്ടി വന്നു. നിങ്ങൾ ആ ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അന്നത്തെ രാജാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. യെശയ്യാ പ്രവാചകന്റെ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. പ്രവാചകനിൽ കൂടെ ദൂതും പറഞ്ഞു. അപ്പോൾ പ്രവാചകനിലൂടെ ദൂത് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈ പട്ടണം നശിക്കത്തില്ല, കാരണം ഇത് എൻ്റെ പട്ടണമാണ്,
ഞാൻ വസിക്കുന്ന പട്ടണമാണിത്, നശിക്കത്തില്ല. ഈ ദൂത് കേട്ട് കഴിഞ്ഞിട്ട് നടന്നൊരു സംഭവം ഉണ്ട്. അവർക്ക് വിടുതലുണ്ടായത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? ഒരു ദൂതൻ ഇറങ്ങി അശൂർ പാളയത്തിലെ 1,85,000. അപ്പത്തേക്ക് യഹൂദന്മാരുടെ ഈ തിയോളജി ശക്തമായി. ഗോഡ് വിൽ നോട്ട് ഡിസ്ട്രോയ് us. ദൈവം ഞങ്ങളെ നശിപ്പിക്കത്തില്ല, കാരണം വി ഹാവ് ദ ടെമ്പിൾ. അവരെ നശിപ്പിച്ചത് അവർക്ക് ടെമ്പിൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പ്രവാചകൻ എന്തോ പറയുന്നതെന്നറിയാം? പ്രവാചകൻ ഇവിടെ ചെന്ന് ഈ വാതിക്ക് നിൽക്കുമ്പോൾ വന്നു കയറുന്ന ജനത്തിൻ്റെ ഉള്ളിലും അവർ തമ്മിൽ പറയുന്ന വാക്കുകൾ കേൾക്കാം. യു ലുക്ക് അറ്റ് അവർ ടെമ്പിൾ. നമ്മുടെ ആലയം കണ്ടോ, എത്ര മനോഹരമായ ആലയം. ഈ ആലയം ഉള്ളിടത്തോളം കാലം നമുക്കൊന്നും പറ്റത്തില്ല. ആലയം. പ്രവാചകൻ പറയാ, ആലയം നല്ലതാ, പക്ഷെ അനുസരണക്കേട് കാണിച്ചാൽ ദൈവം ആലയം ഉണ്ടോ എന്ന് പോലും നോക്കത്തില്ല. അപ്പൊ നമുക്ക് എന്തോ അവിടെ പഠിക്കാനുള്ള? നമുക്ക് പഠിക്കാനുള്ള ഇപ്പം പാസ്റ്റങ്ങൾ പറഞ്ഞപ്പോഴും പറഞ്ഞ കാര്യം തന്നെ. ഈ ബെന്തിക്കോസിലായതുകൊണ്ട് ആരും രക്ഷപ്പെടത്തില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം. അവര് വിചാരിച്ചത് ഞങ്ങൾ യെരൂശലേമിലെ ആലയത്തിലെ അംഗങ്ങളാണെന്നോർത്ത് ഓട്ടോമാറ്റിക്കലി സേവ്ഡ്, ഞങ്ങൾക്ക് സുരക്ഷ ഉറപ്പാണെന്ന് ചിന്തിക്കുമ്പോൾ ആ തിയോളജിയെ പൊളിച്ചപ്പോൾ നമ്മൾ പഠിക്കേണ്ടത്, വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ചർച്ച് മെമ്പർഷിപ്പ്. ഞാൻ AG ചർച്ചിൻ്റെ അംഗമാ, അല്ല ഞാൻ IPCയുടെ അംഗമാ, ഞാൻ ഇന്ന ചർച്ചിലെ അംഗമാ. യു ഡോണ്ട് ഗെറ്റ് സേവ്ഡ് ഓട്ടോമാറ്റിക്കായിട്ട് രക്ഷപ്പെടത്തില്ല. ഞാൻ അന്ന് പറഞ്ഞ കാര്യം ആവർത്തിക്കാം. Let us specifically apply it to our church. നമ്മൾ നമ്മുടെ സഭയിലേക്ക് അത് അപ്ലൈ ചെയ്യും. NLAG ചർച്ച്. ലുക്ക് അറ്റ് our own church. നമുക്കൊക്കെ അറിഞ്ഞോണ്ടല്ല കേട്ടോ, അറിയാതെ ചിലപ്പോ അനാവശ്യമായൊരു പ്രൈഡ് അകത്ത് കയറാൻ സാധ്യതയുണ്ട്. വി മസ്റ്റ് ബി കെയർഫുൾ. കാരണം എന്താണെന്നറിയാമോ? ഇവിടെ ആവർത്തിച്ച് ഇപ്പൊ ഇവിടെ ആര് പ്രസംഗിച്ചാലും, ഇന്നിപ്പോ ഞാനാ പ്രസംഗിക്കുന്നത്, ഇവിടെ ആര് പ്രസംഗിച്ചാലും ഇവിടെ ആവർത്തിച്ച് പറയുന്നൊരു പ്രയോഗം, ഞങ്ങൾ മറ്റു പെന്തിക്കോസ് സഭകളെ പോലെ അല്ല. അപ്പം നമ്മളും പറയും ഞങ്ങളെല്ലാവരെയും പോലെ. ഇതൊരു 2 വട്ടം ആവർത്തിച്ച് പറഞ്ഞു അറിയാതെ അതിലൊരു, ഞങ്ങൾ ഏത് ചർച്ചക്കാരാന്ന് അറിയാമോ? ഇല്ല, NLAG. ഞാൻ പലയിടത്തും ഇപ്പം മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ NLAG ആന്ന് പറയുമ്പോഴേ, അയ്യോ എബി പാസ്റ്ററിന്റെ ചർച്ച എന്ന് പറയുമ്പോഴേ ആൾക്കാർ നമ്മളെ റെസ്പെക്റ്റോടാണ് കാണുന്നത്. അവർ 2 മീറ്റിംഗ് അങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുവാ? NL, ഇവിടെ ആലയം എന്ന് പറഞ്ഞ പോലെ ചർച്ച്. അനാവശ്യമായ ഒരു ചിന്ത കടന്നുകൂടാം. മറ്റെല്ലാരെക്കാളും ശ്രേഷ്ഠരാണെന്നൊരു ചിന്ത കടന്നു വരാം. ഒരു വ്യാജ അഷ്വറൻസ് തോന്നാം ബിക്കോസ് ഓഫ് യുവർ മെമ്പർഷിപ്പ് ഇൻ ദിസ് പ്ലേസ്. ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിച്ച് പറയാം, ബിക്കോസ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതെങ്ങനെ അറിയാമെന്നറിയാമോ? അതറിയുന്നത് ജസ്റ്റ് ഇവാലുവേറ്റ് our own attitude to brothers of other Pentecostal churches. മറ്റു പെന്തക്കോസ്ത് സഭകളിൽ കൂടുന്ന സുഹൃത്തുക്കളില്ലേ, അടുത്തൊക്കെ ഉണ്ട്, അവരോടുള്ള നമ്മുടെ മനോഭാവം ഇവാലുവേറ്റ് ചെയ്താൽ ഇത് വ്യക്തമാണ്. അതിൻ്റെ കാരണക്കാരൻ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഞാനാണ് ഏറ്റവും വലിയ കാരണക്കാരൻ. കാരണം ഞാൻ പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവരാരും ശരിയല്ലെന്ന് പറയും. ഇപ്പോൾ പറഞ്ഞ പോലെ അവിടെ ഒരു ഫോട്ടോ ഉണ്ട്, ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്, ഇതെല്ലാം പറയും. അപ്പോൾ കേട്ടിരിക്കുന്ന ജനത്തിൻ്റെ ഉള്ളിൽ ചിന്ത വരിക, അവരെ പോലെ ഒന്നുമല്ല നമ്മുടെ ചർച്ച NLAG എന്ന് പറഞ്ഞാൽ അയ്യോ, അനാവശ്യമായ ഒരു പ്രൈഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നല്ലതാണോ? ഇപ്പൊ പാസ്റ്റർ പറഞ്ഞ പോലെ യെസ്, യു ആർ ബ്ലെസ്ഡ്, ഐ ആം ബ്ലെസ്ഡ് ഇൻഡീഡ്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഇവിടെ ശുശ്രൂഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെനിക്ക് നമ്മുടെ ആൾക്കാർ പറയുന്നത് സ്വപ്നതുല്യമായൊരു അവസരമാണ്. I have never thought that I will preach here. പക്ഷെ ഈ പ്രീച്ചിങ്ങും ഈ മെമ്പർഷിപ്പിലും ഒരു പ്രൈഡ് കടന്നുകൂടി ഈ തന്നെ എങ്ങോട്ടോ എത്തിക്കുമെന്നുള്ളൊരു വ്യാജ ചിന്ത കടന്നാൽ
അത് നാശത്തിലേക്കുള്ള പോക്ക. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ എന്നല്ലേ ജി എന്ന് പറയാമെന്നല്ലാതെ രക്ഷപ്പെടുത്തുന്നതല്ല. Being the member of the church is a blessing, but that itself can become a curse. That itself can become a curse. Let's be careful. മൂന്നാമത്തെ കാര്യം 7-ാമത്തെ അധ്യായത്തിലേക്ക് മടങ്ങി വരാം. അതിൻ്റെ 22-23 വാക്യം ഒന്ന് വായിക്കണമേ. Chapter 7 verses 22 and 23. മൂന്നാമത്തെ കാര്യം, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്തു നിന്നും കൊണ്ടുവന്ന നാളിൽ ഹോമയാഗങ്ങളെക്കുറിച്ചാകട്ടെ ഹനനയാഗങ്ങളെക്കുറിച്ചാകട്ടെ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. എൻ്റെ വാക്കു കേട്ടനുസരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. മതി. ഞാൻ ആ ഭാഗം പെട്ടെന്ന് പറഞ്ഞു വിടാം. എന്താ ഇവിടെ ചോദിക്കുന്ന ചോദ്യം? ഇവിടെ പറയുന്നത് ഈ യാഗവും വഴിപാടും മൃഗങ്ങളൊക്കെ ആയിട്ട് വരുന്ന ജനത്തെ നോക്കിയിട്ട് പ്രവാചകനിലൂടെ ദൈവം ഒരു ചോദ്യം ചോദിക്കുക. ഇത് കൊള്ളാം, നല്ല മൃഗങ്ങളാണല്ലോ, എന്തോരം വലിയ യാഗങ്ങളാ വഴിപാടാന്നൊക്കെ പറയല്ല. ദൈവം ചോദിക്കുക ഒരു ചോദ്യം. നിങ്ങൾ മരുഭൂമിയിൽ കൂടെ പിതാക്കന്മാർ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ അവരോട് എന്തുവാ പറഞ്ഞേ? വാട്ട് ഡിഡ് ഐ ടെൽ ദം? ഇങ്ങനെ യാഗം കഴിക്കാനാണോ? എന്തുവാ ഞാൻ അവരോട് പറഞ്ഞേ? അപ്പം പ്രവാചകൻ ഉത്തരം പറയാം, ഞാൻ പറഞ്ഞത് എൻ്റെ വചനത്തെ അനുസരിക്കുക അത്രേ വേണ്ടത്. അതിൻ്റെ അർത്ഥം യാഗം വേണ്ട എന്നാണോ? അല്ല, യാഗം കഴിക്കേണ്ട രീതികളും ദൈവം തന്നെ പറഞ്ഞേ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം തേർഡ് വേ, മൂന്നാമത്തെ രീതി. എങ്ങനെയാണ് ഇത് കള്ളന്മാരുടെ ഗുഹയായത്? മൂന്നാമത്തെ പ്രശ്നം ഇവിടെ റിച്വൽസ് വെന്റ് ഓവർ റിപ്പൻഡൻസ്. അനുസരണത്തെക്കാളും മാനസാന്തരത്തെക്കാളും മേളിൽ യാഗവും വഴിപാടുമായി തീർന്നൊരു കാലം. വചനം അനുസരിക്കത്തില്ല, പക്ഷെ വഴിപാട് കൃത്യം. ജീവിതം ക്രമീകരിച്ചിട്ടില്ല, പക്ഷെ വഴിപാട് കൃത്യം കൊടുക്കുന്ന ജനം. ഇതേ സംഭവം, ഇതേ കാര്യം തന്നെ ആമോസിന്റെ പ്രവചന പുസ്തകം, യെശയ്യാവിന്റെ പ്രവചന പുസ്തകം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആമോസിന്റെ പ്രവചന പുസ്തകം നമ്മൾ ചിന്തിച്ച ഭാഗമാണ്. ദൈവം ശക്തമായി ഒരിക്കൽ ആമോസിലൂടെ പറഞ്ഞത്, ഐ ഹേറ്റ് ഇറ്റ്. നിങ്ങളുടെ സഭായോഗം ഞാൻ വെറുക്കുന്നു. കാരണം എന്താ? കാരണം അനുസരണമില്ലാത്ത യാഗം ദൈവത്തിന് പ്രസാദമല്ല. അവര് ചെയ്തത് അങ്ങനെയാണ്. റെഗുലർ ആയിരുന്നു, ടൈത്തുകൾ റെഗുലറാണ്, എല്ലാം കൃത്യമാണ്, പക്ഷെങ്കിൽ അനുസരണമില്ല. പ്രിയമുള്ളവരെ, ഇത് 40 ദിവസത്തെ ഉപവാസമല്ലേ? 40 ഗുണം 2, 2 അല്ല 3 പ്രസംഗമെങ്കിലും കേൾക്കും. ഒരു 100-120 പ്രസംഗങ്ങൾ കേൾക്കും. എത്രത്തോളം അനുസരണം ഉണ്ടായിട്ടുണ്ടെന്ന് ദൈവം ഇന്ന് പ്രഭാതത്തിലും നോക്കുക. കേട്ടോ പാസ്റ്റർ പറഞ്ഞ നോട്ട്സിൽ ഇതെല്ലാം ഉണ്ടോന്നല്ല നോക്കുന്നത്, ജീവിതത്തിൽ ഇത് കാണുന്നു എന്ന്. ഇന്ന് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഗോഡ് ഈസ് നോട്ട് ലുക്കിംഗ് അറ്റ് മൈ ഡെലിവറി. എൻ്റെ പ്രസംഗ ശൈലിയല്ല ദൈവത്തിന് ഇംപ്രസീവ് ആകുന്നത്. ഈ പ്രസംഗിക്കുന്നത് വല്ല അവൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ളൊരു ബോധ്യം. Do not allow the rituals and activities to go over your obedience. 4-ാമത്തെ കാര്യം നോക്കണം. 2 വാക്യങ്ങൾ വായിക്കണം. അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2-17 വാക്യം, 2 വാക്യം ഒരുമിച്ച് ഒന്ന് വായിക്കണേ. നീ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയെ നമസ്കരിപ്പാൻ ഈ വാതിലുകളിൽ കൂടി കടക്കുന്നവരായ എല്ലാ യഹൂദയുമായുള്ളവരെ. മതി. 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹോവയെ നമസ്കരിപ്പാൻ ഈ വാതിൽ കൂടി കടന്നു വരുന്നവരായ യഹൂദന്മാരായുള്ള. ഇനി നോക്കണം, ഞാൻ വായിക്കാം 17-ാമത്തെ വാക്യം. എല്ലാവരും നോക്കണം ആ വാക്യം. 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പ്രവാചകനോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുക. എന്തുവാ ചോദ്യം? യഹൂദ പട്ടണങ്ങളിലും യെരൂശലേമിന്റെ വീഥികളിലും അവർ ചെയ്യുന്നത് നീ കേട്ടോ? പ്രിയമുള്ളവരെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വേഴ്സ് 2, പ്രവാചകൻ നേരിട്ട് കാണുക ആരെ? ആരാധനയ്ക്ക് വേണ്ടി ജനം വരിക. എങ്ങനെ ആരാധനയ്ക്ക് ജനം വരുന്നത്? വൈറ്റ് ഷർട്ട് വിത്ത് ബ്ലാക്ക് പാൻസ് വിത്ത് എ ബൈബിൾ ഇൻ ദ ഹാൻഡ്. പാട്ടൊക്കെ പാടിയാ വരുന്നേ. അതാണ് പ്രവാചകൻ കാണുന്നത്. വാവ്,
ഇത്രയും പേര് പ്രവാചകൻ ഇംപ്രസ്സായി. പക്ഷെ 17-ാമത്തെ വാക്യത്തില് ദൈവം പ്രവാചകന്റെ ഒരു ചോദ്യം ചോദിക്കുക. എന്തോ ചോദ്യം? അല്ലയോ പ്രവാചക, ഈ വന്നവരുണ്ടല്ലോ, അവര് യഹൂദ പട്ടണത്തിൽ യെരൂശലേമിന്റെ വീതികളിൽ ചെയ്യുന്നത് നീ കാണുന്നില്ല. എന്തുവാ നാലാമത്തെ പ്രശ്നം? നാലാമത്തെ പ്രശ്നം ഈസ് ദി ഡബിൾ ലൈഫ്. ആരാധിക്കാൻ വരുമ്പോൾ ഭക്തിസന്ധരമായ കണ്ടാലേ അറിയാം 40 ദിവസം ഉപവാസത്തിലാണെന്ന്, അങ്ങനെ വരിക. പക്ഷെ പ്രവാചകനോട് ദൈവം ചോദിക്കുക, അവര് സ്ട്രീറ്റിൽ എങ്ങനെയാണെന്ന് നീ കണ്ടോ? ചർച്ചിൽ ഒരു രീതി, സ്ട്രീറ്റിൽ വേറെ ഒരു രീതി. മലയാളത്തിലൊരു വാക്കുണ്ട്, പക്ഷെ അത് കൊള്ളാവുന്ന വാക്കല്ല, ഞാനത് ഉപയോഗിക്കുന്നില്ല. മാർക്കറ്റിലൊരു മാർക്കറ്റുകാരൻ്റെ സ്വഭാവമുണ്ട്, സ്ട്രീറ്റിൽ ഒരു ലോക്കൽ സ്വഭാവം. പക്ഷെ ആരാധന വരുമ്പോഴോ എനിക്ക് ഇംപ്രസീവ് ആകുന്നത് ഇവിടെ ഇപ്പം എല്ലാവരും നിശബ്ദമായിരിക്കുമ്പോഴും സ്തോത്രം പറയുന്ന ആളെ കാണുമ്പോഴായിരിക്കും. പക്ഷെ കർത്താവ് ഇംപ്രസ് ആകുന്നത് ആ സ്ട്രീറ്റിൽ. ഹൗ ഈസ് ഹി ബിഹേവിംഗ് ഇൻ ദ മാർക്കറ്റ്? അപ്പൊ CCTV ഇവിടെ വെച്ചിരിക്കുന്ന CCTVയുടെ പവർ കണ്ടോ? എവിടാ കാണുന്നതെന്ന്? ഇവിടെ അകത്തിരിക്കുമ്പോൾ നോട്ട്സ് എഴുതുന്ന പിക്ചർ മാത്രമല്ല, സ്ട്രീറ്റിൽ നിന്നപ്പോ അവിശ്വാസിയോട് ഇടപെട്ടപ്പോൾ, ദൈവമില്ലാത്തവനോട് ഇടപെട്ടപ്പോൾ അവനേക്കാളും തരം താന്ന നിലയിൽ സംസാരിക്കാൻ മടിയില്ലാത്ത ആത്മീകന്മാരെ കൊണ്ട്, ആത്മീകൻ അണ്ടർ കൊട്ടേഷൻ, ഇത് കള്ളന്മാരുടെ ഗുഹയാക്കി എന്നല്ലേ പറയുന്നത്. One behavior in the church, another face. ടോംസ് ആണോ ഇത്? ഞെട്ടിപ്പോയി. നിങ്ങൾ പോയി സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ കടയിൽ ഞാൻ അങ്ങോട്ട് ചെന്നു. ഇപ്പൊ ചിലക്ക് സംശയം നടന്നോന്ന്. നമ്മുടെ ഒരു സഹോദരൻ സാധനം വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി, തൊട്ട് പുറകെ ഞാനാ ചെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ ചർച്ചിൽ കൂടെ ഞാൻ ഇവിടുത്തെ പുള്ളി അവിടെ നിങ്ങളുടെ വിശ്വാസം ഞെട്ടി. ഇമാജിനേറ്റീവ് സ്റ്റോറി. ഞാൻ ആരുടെയും പുറകെ വന്നിട്ടില്ല, പക്ഷെ വരുന്ന ഒരാളുണ്ടെന്നായി പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ ചർച്ചിലൊന്ന്, സ്ട്രീറ്റിലൊന്ന്. ഇനി 18-ാമത്തെ വാക്യം നോക്കിക്കുക, അതിനേക്കാളും രസകരമായ ഒരു കാര്യം. എനിക്ക് കോപം വരത്തക്ക വണ്ണം അവർ ആകാശരാജ്ഞിക്ക് അപ്പം ചുടേണ്ടതിനും അന്യദേവന്മാർക്ക് പാനീയബലി പകരേണ്ടതിനും മക്കൾ വിറകു പെറുക്കുകയും, മക്കൾ വിറകു പറക്കുന്നു, അപ്പന്മാർ തീ കത്തിക്കുകയും, അപ്പൻ ആ വിറക് കൊണ്ട് തീ കത്തിക്കുന്നു, സ്ത്രീകൾ മാവ് കുഴയ്ക്കുകയും ചെയ്യുന്നു. കേട്ടോണേ, സ്ട്രീറ്റിൽ ഞാൻ കണ്ടത് ചിലപ്പോൾ അവിടെ കടയുടെ CCTV ആയിരിക്കും. പക്ഷെ കടയിൽ മാത്രമല്ലെന്നേ, നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കുന്നത് കാണുന്ന ഒരാളുണ്ട്. ഇത് കേട്ടോ എഴുതിയേക്കുന്നേ, ആകാശരാജ്ഞിക്ക് അപ്പം ചുടുക. എങ്ങനെ? മോൻ വിറകം കൊണ്ട് വന്നു, അപ്പൻ ഇതെല്ലാം കൂടെ തീയിട്ടു, അമ്മ ഇതിലൂടെ കുഴച്ച് അപ്പം ഉണ്ടാക്കി അടിക്കുക. ഇപ്പം നമ്മുടെ ദിവസം പറഞ്ഞതുപോലെ ഈ സ്പിരിച്വാലിറ്റി, ചർച്ചിൽ നിന്നൊരു പയ്യൻ പോകുന്നതിന് മുമ്പേ അവൻ വീട്ടിൽ നിന്ന് പോകും. DK ഹാപ്പൻസ് ഇൻ ദ ഫാമിലി. ചർച്ചിലെ ദൈവം ആരാ? പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, ദൈവമല്ലാതൊരു വഴിയും ഇല്ല. പക്ഷെ ഇവിടെ വീട്ടിൽ ചെന്നപ്പോ മോൻ നോക്കിയപ്പോ അപ്പനും അമ്മയ്ക്കും വേറെ ദൈവമുണ്ട്. ആരാ? ആകാശരാജ്ഞി. അതിന് എക്സ്പ്ലനേഷൻ ഒന്നും ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. പക്ഷെ നമ്മുടെ വീട്ടിലെ രാജ്ഞി ആരാ? ചിലടത്ത് പണമായി രാജ്ഞി. ഇപ്പൊ കേട്ടില്ലേ, അയ്യോ ഡോക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഉദ്യോഗമാ. എല്ലാരും നഴ്സിങ്ങിനെ പോയ, പക്ഷെ നീ അങ്ങ് MBBS പോക്കോ. കഥയില്ലെന്നേ, ഇത് മനസ്സിലാക്ക്. വീട്ടിലെ രാജ്ഞി കരിയറാ. അപ്പനും അമ്മയും എന്തുവാ മോനേക്കാളും വേഗത്തിൽ ഓടുക പണം നേടാൻ. പിന്നെ എവിടാണ് ഈ ദൈവം വരുന്നേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഞായറാഴ്ച രാവിലെ മോന്റെ കൈ പിടിച്ച് അപ്പം കയറിയപ്പോ പാസ്റ്റർക്ക് ഇത് മനസ്സിലായില്ല. പക്ഷെ കണ്ട ഒരുവൻ ഉണ്ടെന്നേ. ആകാശരാജ്ഞിക്ക് അപ്പം ചുട്ട് വിറക് കത്തിച്ച് ബലി കഴിച്ചത് കണ്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ താഴോട്ട് പിന്നെ വായിക്കണം. എനിക്ക് വായിക്കാൻ ഇവിടെ അതിനുള്ള സമയം ഇപ്പൊ ഇല്ല. ഈ മക്കളെ തന്നെ അന്യ ദൈവന് വേണ്ടി യാഗം കഴിക്കുന്ന നിലയിൽ അന്നത്തെ യഹൂദന്മാർ അധപ്പതിച്ചൊരു കാലമാണത്. അതിന് സമാനമായില്ല നമ്മുടെ ചർച്ചുകൾ. ഡബിൾ ലൈഫ്.
In the church you are super spiritual. എൻ്റെ വൈഫ് ഇന്ന് ഇവിടെ വന്നിട്ടില്ല. But she may be listening it online. അന്ന് പാസ്റ്റർ പറഞ്ഞ പോലെ എന്തുമായിരിക്കും അവളുടെ മനസ്സിൽ കൂടെ പോകുന്നത്? ചിന്തിക്കണമെന്നേ. അച്ചായന്മാരും അമ്മാവന്മാരൊക്കെ ഇത് ചിന്തിക്ക്. ഇവിടെ ഹല്ലേലൂയ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന മക്കൾ എൻ്റെ അപ്പൻ തന്നാണോടാ ഹല്ലേലൂയ പറഞ്ഞതെന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയായി. ചർച്ചിൽ സൂപ്പർ സ്പിരിച്വൽ, സ്ട്രീറ്റിലോ സൂപ്പർ ലോക്കൽ. എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ മോൻ തന്നെ വിളിക്കും, എന്തുവാ, യു ആർ എൻ പക്ക ഹിപ്പോക്രറ്റ്. ഇത് കപടതയാണെന്ന്, ഇത് വ്യാജമാണെന്ന് തലമുറകൾ കണ്ടതുകൊണ്ടാണ് ആലയം വിട്ട് അവർ പോയത്. നമ്മുടെ സഹോദരന്മാരോട് തന്നെ ചോദിക്കുക, അവർക്ക് ഇതിനേക്കാൾ ആധികാരികമായിട്ട് പറയാൻ പറ്റും. ദേ ആർ നോട്ട് ഫെഡ് അപ്പ് വിത്ത് ജീസസ്, ദേ ആർ ഫെഡ് അപ്പ് വിത്ത് ചർച്ചിൽ വരുന്ന ഈ കള്ളത്തരം, ഈ വ്യാജന്മാരെ കണ്ടുമടുത്തിട്ടാണ് കുഞ്ഞുങ്ങൾ പോയത്. They are not fed up with Jesus. Jesus did no harm to them, but they saw Jesus in us. കാണിച്ചു കൊടുക്കേണ്ട നമ്മുടെ വ്യാജവും കപടവും ഈ ഇരട്ടത്താപ്പും കണ്ടുമടുത്ത് യൗവനക്കാർ മാറി നിൽക്കുക. നമുക്കിത് പറ്റല്ലേ, നമ്മുടെ ഇടയിൽ അത് സംഭവിക്കരുതേ. Let us stop living a double life. ഞാൻ 4 കാര്യം പറഞ്ഞു. 4 കാര്യം മതി. ഇനിയിപ്പോൾ 5 മിനിറ്റ് കൂടെ ഉള്ളല്ലോ. ഞാൻ അവസാനിപ്പിക്കാം. കൺക്ലൂഡ് ചെയ്യുമ്പോൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. When I close my message, എന്തുവാ നമ്മൾ ചിന്തിക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നത് the temple of the Old Testament became a den of thieves. അത് കള്ളന്മാരുടെ ഗുഹയായിട്ട് തീർന്നു. നമ്മൾ അതിനൊരു ന്യൂ ടെസ്റ്റമെന്റ് ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ട് ചിന്തിക്കുകയാണ്. യെസ്, ചർച്ച് അങ്ങനെ ആവാൻ പാടില്ല. എങ്ങനെയാണ് ചർച്ചുകളായത്? നമ്മളിപ്പോൾ ഒരു ജനറൽ നിലയിൽ പോലും നിങ്ങൾ ചിന്തിച്ചോ, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ചർച്ചസ് അറൗണ്ട് us? നമ്മുടെ ഇടയിൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞതിന് ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. കള്ളന്മാർക്ക് ഇതെങ്ങനെ ഗുഹയാകുന്നതെന്നറിയാമോ? മനസാന്തരപ്പെടാത്തവൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടിരിക്കാനുള്ളൊരു സ്ഥലമായി സഭ മാറി. ചർച്ച് എന്താ സത്യത്തിൽ? വാട്ട് ഈസ് ചർച്ച്? ചർച്ച് ഹാസ് ടു ബി എ പ്ലേസ് വേർ thieves must be disturbed and the saints must be comforted. സഭ എന്താകണം? കള്ളന്മാർക്ക് കുത്തുകൊണ്ട് ഇരിക്കാൻ പറ്റാത്തൊരു ഇടമായി സഭ മാറിയിട്ട് സാധുക്കൾക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു സ്ഥലമായി സഭകൾ മാറണം. പക്ഷെ ഇന്ന് അതല്ല സംഭവിക്കുന്നത്. ഇന്നത്തെ സഭകളിൽ പറ്റിയത് ശ്രദ്ധിക്കണം. കള്ളനെ പിടിച്ച സഭയിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരുത്തി. The thief became the prominent person in the church. സഭയുടെ കാര്യം തീരുമാനിക്കുന്ന ഇപ്പൊ ആണേ, പാസ്റ്റർക്ക് പോലും പേടിയാ. ആ നിലയിൽ ഇതിനെ ഹൈജാക്ക് ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മൾ പൊതുവിൽ ഇത് പറയുമ്പോൾ let us evaluate ourselves. ഞാൻ ഇന്ന് ഇത് ഓൺലൈൻ കേൾക്കുന്നവർ കാണും, ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവർ കാണും. ഇതിൻ്റെ മറ്റൊരു സൈഡും കൂടെ ഞാൻ പറയാം. യു മേ ഫീൽ നിഗ്ലക്റ്റഡ്. നിങ്ങളെ അവഗണിച്ചതായി, നിങ്ങളെ ഒഴിവാക്കിയതായി, വേണ്ട നിലയിൽ നിങ്ങളെ ആൾക്കാർ പരിഗണിച്ചില്ലെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? സഭയിൽ പോയിട്ട് എന്നോട് നേരിട്ട് പറഞ്ഞവരുണ്ട്. നമ്മുടെ ഇടയിൽ നിന്നാണോ? നമ്മുടെ ഇടയിൽ നിന്നല്ല. എത്രയോ സഭകളിൽ പോയി വളരെ മോശമായ ബിഹേവിയർ കൊണ്ട്, മേ ബി അവരുടെ സ്റ്റാറ്റസിനൊത്തൊന്നും ഉയർന്നു വരാത്തത് കൊണ്ട് അവഗണിക്കപ്പെട്ട് തള്ളപ്പെട്ടവരായി, തഴയപ്പെട്ടവരായി, മാറ്റി നിർത്തിയവരായിട്ടൊക്കെ തോന്നിയ വേദനയോടുള്ളവർ കേൾക്കുന്നുണ്ടോ? ഈ വാക്യം അങ്ങനെയും അപ്ലൈ ചെയ്യണം. God is seeing you as well. NLAGക്കകത്ത് വന്നിട്ടും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളെയും കാണുന്നൊരു ദൈവമുണ്ട്. അവഗണിക്കപ്പെട്ടവരോടൊപ്പം, തഴയപ്പെട്ടവരോടൊപ്പം അവരെയും കാണുന്ന ദൈവമുണ്ടെന്നേ. The church belongs to God. നമ്മൾ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഈ സന്ദേശത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ പ്രവാചകൻ ചെയ്യുന്നത്, ഇതിൻ്റെ കൺക്ലൂഷനാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കിയത്. അതുകൊണ്ടായിരിക്കും പ്രവാചകൻ അടിക്കാൻ പിടിച്ചതിൻ്റെ പ്രധാന കാരണം.
ഇത്രയുമൊക്കെ പറഞ്ഞതും പോരാ, അവസാനം ഒരു ദൂതും കൂടെ പ്രവാചകൻ പറഞ്ഞു. ഇത്രയും തന്നെ കഠിനമാ, എൻ്റെ കൂടെ ഒരു ദൂതും കൂടെ. എന്തുവാണെന്നറിയാമോ? 12-ാമത്തെ വാക്യം. അത് വായിക്കണ്ട, അവിടെ ഞാൻ സംഭവം അങ്ങ് പറയാം. 12-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ ഇവരോട്, ആലയത്തിൽ പോകുന്നവരോട് പറയാ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങളുടെ പഴയ ആലയം? പഴയ ആലയമോ? അല്ല, ആലയത്തിന്റെ മുൻപ് നിങ്ങളുടെ പെട്ടകമിരുന്ന സ്ഥലം ഏതാ? ശീലോ. വായിച്ചിട്ടില്ലേ? ശമൂവേൽ ബാലന്റെ ആ സമയത്ത് ആർക്ക് ഇരുന്ന സ്ഥലം? ശീലോ. ഓർമ്മയുണ്ടോ? ഉണ്ട്. ഞങ്ങളുടെ പെട്ടകം അവിടെ ആയിരുന്നു. അപ്പം പ്രവാചകൻ പറയാ, നിങ്ങൾ ഇപ്പൊ ഒന്ന് പോയി നോക്കിക്കേ ആ പെട്ടകവും ആ ആലയും ആ സ്ഥലവും ഉണ്ടോന്ന്. ഇല്ല, ദൈവം തുടച്ച് നീക്കിക്കളഞ്ഞു. അതിട്ട് പ്രവാചകൻ പറയാ, അവരെ നീക്കിയില്ലേ, അതേപോലെ നിങ്ങളെ നീക്കാൻ ദൈവം മടിക്കത്തില്ല. ഇത് കേട്ടതാണ് ഇവർക്ക് ഇത്രയും കോപമുണ്ടായത്. അതാണ് 26-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഹൗ ഡെയർ യു സ്പീക്ക് ലൈക്ക് ദിസ്. നിനക്ക് ഇങ്ങനെ സംസാരിക്കാൻ ആരധികാരം? ശീലോഹ് പോലെ യെരൂശലേം ആകുന്ന, ഹൗ ഡെയർ യു സ്പീക്ക് ലൈക്ക് ദിസ്. അങ്ങനെ പറഞ്ഞ് യെരമ്യാവിനെ പിടിച്ചതിന്റെ കാരണം അതാ. നമുക്കോ? യെരമ്യാവ് പറഞ്ഞ ദൂതുകളും ഇത്ര കഠിനമായിട്ട് പറഞ്ഞിട്ടും അവരനുസരിച്ചില്ല, അവർ മാറിയില്ല, അവരടിക്കാൻ പിടിച്ചതേ ഉള്ളൂ. പ്രവാചകൻ പറഞ്ഞതുപോലെ ബാബിലോണിയൻ വന്ന് അവരെ നശിപ്പിച്ചു. ദൈവത്തിന്റെ കരുണയിൽ യഥാസ്ഥാപനം നടന്നു, വീണ്ടും ആലയം പണിതു. യേശുവിന്റെ സമയമാകുമ്പോഴത്തേന് മോടി കൂടിയ മനോഹരമായ ദേവാലയമുണ്ട്. യേശു കർത്താവും ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്തു. എങ്ങനെ? ആലയത്തെ ശുദ്ധീകരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിത് കള്ളന്മാരുടെ ഗുഹയാക്കിയില്ലേ, കല്ലിന്റെ മേൽ കല്ല് ശേഷിപ്പിക്കാതെ നാശം വരുന്നുണ്ട്. അതും അതേപടി നടന്നു. ഇതെന്തിനാ ചരിത്രത്തിൽ ഇങ്ങനെ ആവർത്തിച്ച് നടന്നത്? നമുക്കത് മുന്നറിയിപ്പാണ്. ആവർത്തിച്ച് ദൈവാലോചന കേട്ടിട്ടും മറുതലിച്ച് നിൽക്കാതെ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങാനുള്ള ഒരു മുന്നറിയിപ്പാണ്. എന്തിനാ ദൈവം ആവർത്തിച്ച് വാൺ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിസ് ലവ്. ഇന്നും കർത്താവ് സഭയെ സ്നേഹിക്കുന്നതിൻ്റെ ലക്ഷണം. ഞാൻ എൻ്റെ വാക്കുകളെ ഒരു 5 മിനിറ്റിൽ അവസാനിപ്പിക്കാം. ദ പ്രോമിസ്, വാഗ്ദത്തം എന്താണ്? ശുദ്ധീകരിക്കുന്നതിലൂടെ, മാനസാന്തരപ്പെടുന്നതിലൂടെയുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം. നമ്മൾ വായിച്ച കുറിവാക്യം ഒന്നും കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. നോക്കണമേ, അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിക്കണമേ. 3-ാമത്തെ വാക്യം. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവീൻ. നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവീൻ. എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും. ഈ സ്ഥലത്ത് നിങ്ങളെ വസിക്കുമാറാക്കും. എന്തോ ചെയ്താൽ? നടപ്പ് നന്നായാൽ. നടപ്പ് നന്നായാൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചിന്തിച്ച കാര്യങ്ങളോട് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കുക. ഈ കപട വ്യാജ ആത്മീകതയുടെ വേഷം കെട്ടിൽ ദൈവം ഇംപ്രസ് ആവത്തില്ല. ദൈവത്തിൻ്റെ സൂക്ഷ്മമായ ദൃഷ്ടിയിൽ ഒരു കംപ്ലീറ്റ് ചേഞ്ച് ഇൻ അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായി, ദൈവത്തിൻ്റെ വചനത്തോടുള്ളൊരു അനുസരണമുണ്ടായാൽ, ടേക്ക് ദിസ് ആസ് ദ പ്രോമിസ് ഫ്രം ദ ലോർഡ്. കർത്താവ് പറയാ, ഞാൻ നിങ്ങളെ ഈ ദേശത്ത് വസിക്കുമാറാക്കും. നമുക്കിത് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാ? ഞാൻ പറഞ്ഞത് 2 നിലയിൽ ഈ വാക്യത്തെ മനസ്സിലാക്കാം. ഒന്ന്, ദൈവം പറയുന്നത് ഈ സ്ഥലത്ത് നിങ്ങൾ വസിക്കും. എങ്ങനാ? ഞാൻ നിങ്ങളോടൊപ്പം വസിക്കുന്നത് കൊണ്ട്. ഐ വിൽ ഡ്വെൽ വിത്ത് യു. ഞാനിത് വായിച്ചപ്പോൾ ഭയത്തോടെ നമ്മൾ ഇവിടെ പഠിക്കേണ്ട ഇതിൻ്റെ മറ്റൊരു വശം കൂടെ ഉണ്ട്. യെസ്, ഇറ്റ് ഈസ് എ പ്രോമിസ്. ഈ പ്രോമിസിനോടൊപ്പം ഒരു വാണിംഗ് കൂടി ഇല്ലേ? എനിക്ക് വായിച്ചപ്പോൾ അങ്ങനെയാ തോന്നിയേ. ഞാൻ നിങ്ങളെ ഇവിടെ വസിക്കുമാറാക്കുമെന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ടില്ലേലോ, ഇവിടുന്ന് മാറ്റുമെന്നല്ലേ ആ വാക്യം നൽകുന്നേ? അതിൻ്റെ അകത്തൊരു ത്രെട്ടില്ലേ? വരുന്ന ന്യായവിധിയുടെ ഒരു മുന്നറിയിപ്പല്ലേ പറഞ്ഞേക്കുന്നേ? ചർച്ച് ബിലോങ്സ് ടു ഗോഡ്. സഭ കർത്താവിൻ്റെതാകുന്നത് കൊണ്ട്
ഞാൻ അഭിനയിച്ചും സഭ കളിച്ചൊക്കെ നിന്നാൽ God will purge, God will remove and cleanse His church. പാടാണ്. വാക്യം ഞാൻ ഒന്ന് രണ്ടോടെ പറയാം. ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റിൽ അങ്ങനെ ദൈവം ചെയ്യത്തില്ലെന്ന് നമുക്ക് ചിന്ത കാണും. 1 verse and I close my message. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ എഫേസസ് സഭയോട് ദൂത് പറയുമ്പോൾ പറയുന്ന ഒരു പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഭയത്തോടെ വേണം പ്രിയമുള്ളവരെ നമ്മൾ കാണാൻ. ഞാൻ വരികയും നീ മനസാന്തരപ്പെടാതിരിക്കുകയും ചെയ്താൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കം ചെയ്യുമെന്നുള്ളത് സഭയോട് പറഞ്ഞൊരു വാണിംഗാ. പ്രിയമുള്ളവരെ, ലെറ്റസ് ഗൗരവത്തോടെ ഈ സന്ദേശത്തെ എടുക്കാൻ കർത്താവ് നമുക്ക് കൃപ പകരട്ടെ. മടങ്ങി വന്ന് മനം തിരിഞ്ഞ് ക്രമീകരണം പ്രാപിച്ചാൽ സഭയോടൊപ്പം വസിച്ച് സഭയിൽ അസാധാരണമായ ദൈവപ്രവർത്തികൾ സംഭവിക്കുമെന്ന് ദൈവസഭ തിരിച്ചറിയുക. അല്ലാതെ അഭിനയിച്ചും കളിച്ചും ആളാകാനുള്ള വേദിയായിട്ട് ഇതിനെ കണ്ടാൽ സഭ കർത്താവിൻ്റെതാകൊണ്ട് അവിടുന്ന് ശുദ്ധീകരിക്കുമെന്ന് തിരിച്ചറിയുക. ഇത് നിയമത്തിലെ ഭാഗങ്ങൾ പലതുണ്ട്, ഞാൻ അതിലേക്ക് ഇപ്പം കടക്കുന്നില്ല. എൻ്റെ വാക്കുകൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യത്തെ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. 2 kinds of response. Indeed 3. 1 belongs to God. അത് നമുക്ക് അവിടെ വെച്ചിട്ട് 2 പ്രതികരണം സന്ദേശത്തോടെ ഉണ്ടാവും. അത് ഇന്നും 2 പ്രതികരണം ഉണ്ടാവും. ഈ പ്രസംഗം ഇവിടെ കഴിയുക. ഒന്നാമത്തെ പ്രതികരണം, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ടോംസിനെ ഇന്ന് പാസ്റ്റർ മനഃപൂർവ്വം തിരുവല്ലേന്ന് കൊണ്ടുവന്ന് ഇതൊന്നും കൂടെ പറഞ്ഞ് പറയിപ്പിച്ചത് തന്നെയാണെന്ന് നിങ്ങൾ പറയും. ഒന്നാമത്തെ പ്രതികരണം പോകുന്ന വഴിക്ക് അറിയാം, വണ്ടിയിൽ സംസാരിക്കുമ്പോൾ കേൾക്കുമ്പോൾ അറിയാം. ഒന്ന് നമ്മൾ കേട്ട് വീണ്ടും വീണ്ടും ഇത് തന്നെ കുത്തി പറയേണ്ട കാര്യമൊന്നും. ഒന്നാമത്തെ പ്രതികരണം അതാ. പക്ഷെ രണ്ടാമത്തെ ഒരു പ്രതികരണമുണ്ട്. അത് യെരമ്യാവിൻ്റെ പ്രതികരണം. ഞാൻ ആഗ്രഹിക്കുന്ന അത് എന്നിലുണ്ടാകട്ടെ എന്നാ. ലോർഡ് ഹെൽപ്പ് മീ ടു ക്രൈ. ഉണ്ടോ ഇവിടെ ആരെങ്കിലും? അതോ എല്ലാവരും പോയോ? ഈ പെന്തക്കോസ്റ്റൽ ചർച്ചസിനെ പറ്റി 100 കുറ്റം എഴുതിയ ഒരു ലിസ്റ്റ് വേണം, ഞാൻ എഴുതി തരാം. വേണോ? അതിന് പകരം ഒരു തുള്ളി കണ്ണുനീര്. അതായത് എൻ്റെ കണ്ണിൽ ക്യാൻ യു ഹെൽപ്പ് മീ ടു ക്രൈ. എന്നല്ലേ ചെയ്യപ്പറ്റി നിങ്ങൾക്ക് കുറ്റം ഞാൻ തരണ്ടല്ല, അത് നമുക്ക് നിങ്ങളെ കാണും. പാസ്റ്റർമാരെ പറ്റി, ശുശ്രൂഷകന്മാരെ പറ്റി അഭിപ്രായ വ്യത്യാസങ്ങൾ, നിങ്ങൾക്കുള്ള വിരോധങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കാണും. അന്യോന്യം ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനെന്ന് ചോദിക്കുക, കരയാനൊരു തുള്ളി കണ്ണുനീര്. കർത്താവേ, ഈ സഭയ്ക്ക് വേണ്ടി കരയാൻ എൻ്റെ കണ്ണിൽ കണ്ണുനീര് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ചടങ്ങിൻ്റെ പ്രാർത്ഥനകൾക്കപ്പുറത്ത് ഹൃദയം നുറുങ്ങി വേദനപ്പെട്ട്, കർത്താവെ, ഞങ്ങളുടെ സഭ മറ്റേതേലും പോലെ അധപ്പതിച്ചു പോകാൻ, ചരിത്രത്തിൽ സംഭവിച്ച നാശം പോലെ അധപ്പതിച്ചു പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞങ്ങളുടെ പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി ഇങ്ങനെ അധപ്പതിച്ചു പോകാൻ അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കാം, കണ്ണുനീരോടെ നിലവിളിക്കാമെന്ന് പറയുന്നവരുണ്ടോ? തലമുറകൾ നശിച്ചു പോകുകയാണ്. 100 കാര്യം നമുക്ക് പറയാം. പക്ഷെ കർത്താവിദാസൻ ഇപ്പോൾ വിലാപങ്ങളിലൊക്കെ കോട്ട് ചെയ്ത പോലെ നമുക്ക് കരയാം. സ്വർഗത്തിലെ ദൈവം കടാക്ഷിച്ച് ഞങ്ങളുടെ കുഞ്ഞുമക്കളെ ഒന്ന് നോക്കുന്നവരെ കരയാൻ കണ്ണുനീര് നൽകണമേ എന്ന് പറയാമോ? ഒരു നിമിഷം ദിവസം എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുക. ലെറ്റ് us stand before the Lord. നമുക്ക് ഒന്നാമതായിട്ട് ഒരു സ്വയ പരിശോധന നടത്താം. നമ്മളിലേക്കൊന്ന് നമുക്ക് നോക്കാം പ്രിയമുള്ളവരെ. ലെറ്റ് us evaluate our lives. കർത്താവേ, ഞങ്ങൾ അങ്ങനെ കള്ളന്മാരെ പോലെ, പഴയ നിയമത്തിൽ ആലയത്തിൽ കടന്നുകൂടിയ വ്യാജന്മാരെ പോലെ ഞങ്ങളാവാതെ ഞങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് കൃപ പകരണമേ. എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ഇടപെടുന്ന മേഖലകൾ മാനസാന്തരപ്പെടാൻ ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കുക. കാണുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തോട് കളിക്കാനല്ല, ഭയത്തോടെ അടുക്കാൻ. കർത്താവേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന് പറയാമോ? Lord, I need a cleansing. In my deepest heart, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന
പാപ വഴികളെ വിടാൻ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഒരു നിമിഷം നമുക്കെടുത്ത് പ്രാർത്ഥിക്കാം. ലോർഡ് ഹെൽപ്പ് us to pray. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആ ദൈവഹൃദയത്തിൻ്റെ വേദന, പ്രിയമുള്ളവരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ തിരിച്ചറിയണം, ദൈവത്തിന് ജനത്തെ ന്യായം വിധിക്കുന്നത് സന്തോഷത്തിൽ നിന്നല്ല, ഇങ്ങനെ കണ്ടം ചെയ്ത് പറയുന്നത് സന്തോഷത്തിൽ നിന്നല്ല. ദൈവത്തിൻ്റെ ഹൃദയം നുറുങ്ങിയിട്ടാണ് ദൈവം ജനത്തോട് അങ്ങനെ സംസാരിച്ചത്. ഇന്ന് പ്രഭാതത്തിലും ഇത് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദനയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകുമോ? ലെറ്റ്സ് ടേക്ക് ഫ്യൂ മൂമെന്റ്സ്. അധരങ്ങളെ തുറന്ന് പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.